സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിന് പിന്നാലെ ദുരൂഹത ആരോപിച്ച് ഭാര്യ ഗീതാഞ്ജലി. പൊട്ടാസ്യം ലെവൽ ക്രമാതീതമായി കുറയുന്നു. തന്റെ സാന്നിധ്യത്തിൽ രക്തസാമ്പിൾ വാങ്ങി മറ്റെവിടെയെങ്കിലും പരിശോധിക്കാൻ അനുവദിക്കുന്നില്ല. താൻ ഉന്നയിച്ച ആവശ്യങ്ങൾ നിഷേധിച്ചു. അടിയന്തരമായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുവദിക്കണമെന്നും ഭാര്യ ഗീതാഞ്ജലി പറഞ്ഞു. YS അഭിനന്ദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. YS അഭിനന്ദ്, ഇന്ന് നമുക്കറിയാം സമരവേദിയിൽ നാടകീയ രംഗങ്ങളൊക്കെയാണ് കണ്ടത്. സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. 18 ദിവസത്തിലധികം നിരാഹാരം ഇരുന്ന ഒരു വ്യക്തിയുടെ ആരോഗ്യനില എത്രത്തോളം ഗുരുതരമാണെന്ന് നമുക്ക് ഊഹിക്കാം. ഇപ്പോൾ ഭാര്യ വല്ലാതെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടല്ലേ? വല്ലാത്തൊരു ആശങ്ക തന്നെയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഭാര്യ ഗീതാഞ്ജലി. സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുമ്പോഴും പൊട്ടാസ്യം റിസൾട്ട് ഇപ്പോൾ വന്നപ്പോൾ 4.2 നിന്ന് 2.8 താഴുന്ന ഒരു സാധ്യതയുണ്ട്. തന്റെ സാന്നിധ്യത്തിൽ രക്തസാമ്പിളുകൾ ഒന്നുകിൽ പരിശോധിക്കണം, അല്ലെങ്കിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് നിലവിൽ ഭാര്യ ഗീതാഞ്ജലി ഉയർത്തുന്നത്. ഈ 2 മണിക്കൂറായിട്ട്, നേരത്തെ ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് ഈ പോസ്റ്റ് ഇട്ടത്, ആ സമയത്ത് 2 മണിക്കൂറായിട്ട് ഇത്തരത്തിൽ കാണാൻ പോലും അല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് പോലും മനസ്സിലാക്കാൻ തനിക്ക് അനുവാദം നൽകിയില്ല എന്നുള്ള ഒരു ആരോപണം കൂടിയുണ്ട്. എന്തൊക്കെയോ ദുരൂഹത ഈ സഫ്ദർജംഗ് ആശുപത്രിയും ആശുപത്രി അധികൃതരും സോനം വാങ്ചുക്കിനോട് കാണിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഭാര്യ ഗീതാഞ്ജലി എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പൊട്ടാസ്യം അതിന്റെ തീവ്രത വളരെയധികം കുറഞ്ഞിരുന്നു. ഒപ്പം തന്നെ വൃക്ക തകരാറിലായ സാഹചര്യമാണ്. സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് മറ്റ് സ്പെഷ്യാലിറ്റി സേവനങ്ങൾ അടക്കം ലഭ്യമാകുന്ന ഒരു ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട കുറേയധികം നേരമായും ഡോക്ടർമാരുമായി സംസാരിക്കുന്നു, ആശയവിനിമയം നടത്തുന്നു. എന്നിട്ടും അനുകൂലമായ ഒരു മറുപടി നൽകാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും എന്തൊക്കെയോ ദുരൂഹതകൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തും ഉണ്ട് എന്നുമാണ് ഭാര്യ ഗീതാഞ്ജലി പോസ്റ്റോടെ വ്യക്തമാക്കുന്നത്. സോനം വാങ്ചുക്കിനെ എങ്ങനെയൊക്കെയാണ് ജന്തർ മന്ദർ എന്നും ആശുപത്രി എത്തിച്ചതെന്ന കാഴ്ചകൾ നമ്മൾ രാവിലെ മുതൽ കണ്ടതാണ്. നിരാഹാര സമരം, അതിനുശേഷമുള്ള നാടകീയ രംഗങ്ങൾ, അതിന് പിന്നാലെ സഫ്ദർജംഗ് ആശുപത്രി എത്തിക്കുന്നു, അവിടേക്ക് CP നേതാക്കൾ എത്തുന്നു, അവിടെ CP നേതാക്കൾക്ക് സന്ദർശിക്കാൻ അനുമതി നിഷേധിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നാടകീയ സംഭവങ്ങൾക്കിടയിലാണ് ഭാര്യ ഗീതാഞ്ജലി ആവർത്തിച്ച് എക്സ്പോസ്റ്റിലൂടെ തന്റെ സംശയങ്ങൾ, തന്റെ ആരോപണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആര്യ. ഓക്കെ, YS അഭിനന്ദാണ് ദില്ലിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. താൻ ആവശ്യപ്പെടുന്ന ഒരു ആശുപത്രിയിലേക്ക് സോനം വാങ്ചുക്കിനെ മാറ്റണമെന്നുള്ളതാണ് ഭാര്യ ഗീതാഞ്ജലിയുടെ ആവശ്യം. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ അതീവ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ഭാര്യ.